ഒരിക്കൽ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അവർ നടക്കുമ്പോൾ വഴിയരികിലെ ഗ്രാമവാസികൾ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു, ഭക്ഷണവും വെള്ളവും നൽകി. ബുദ്ധൻ അവരുടെ ദയയെ നന്ദിയോടെ സ്വീകരിച്ചു. എന്നിരുന്നാലും ബുദ്ധനും ശിഷ്യന്മാരും ഒരു പ്രത്യേക ഗ്രാമത്തിൽ എത്തിയപ്പോൾ പുച്ഛഭാവത്തോടെ ഒരു മനുഷ്യൻ അവരെ സമീപിച്ചു. അദ്ദേഹം ബുദ്ധനോട് വിളിച്ചു പറഞ്ഞു, നീ ഒരു വഞ്ചകനാണ്. നിന്റെ ജ്ഞാനം എന്ന് വിളിക്കപ്പെടുന്ന നീ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ നിഷ്കളങ്കരായ ഗ്രാമീണരെ വിഡ്ഢികളാക്കുന്നത് നിർത്തൂ. ശിഷ്യന്മാർ ഞെട്ടിപ്പോയി. ആ മനുഷ്യനെ നേരിടാൻ തയ്യാറായി. പക്ഷേ ബുദ്ധൻ കൈ ഉയർത്തി ശാന്തത പാലിക്കാൻ ആംഗ്യം കാണിച്ചു. അവൻ ഒരു വാക്കുപോലും പറയാതെ നടന്നു. അവന്റെ മുഖം എപ്പോഴും ശാന്തമായിരുന്നു. ബുദ്ധന്റെ നിസ്സംഗതയിൽ കുപിതനായ ആ മനുഷ്യൻ അവനെ പിന്തുടർന്നു. അവന്റെ ശബ്ദം ഉച്ചത്തിലായി, അവന്റെ അധിക്ഷേപങ്ങൾ കൂടുതൽ കഠിനമായി. എന്നിട്ടും ബുദ്ധൻ ശല്യപ്പെടുത്താതെ നിന്നു. ഇത് ആ മനുഷ്യനെ മാത്രമല്ല, ശിഷ്യന്മാരെയും അമ്പരപ്പിച്ചു. ഒടുവിൽ ആ മനുഷ്യൻ ഓടിച്ചെന്ന് ബുദ്ധന്റെ മുന്നിൽ നിന്നു അവന്റെ വഴി തടഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾക്ക് എന്നോട് ഒന്നും പറയാനില്ലേ? അയാൾ ആവശ്യപ്പെട്ടു. ബുദ്ധൻ സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആരെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്മാനം വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ സമ്മാനം ആരുടേതാണ്? ബുദ്ധൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ആ മനുഷ്യൻ മടിച്ചുനിന്നു. അദ്ദേഹം മറുപടി പറഞ്ഞു, ശരി, സമ്മാനം ഇപ്പോഴും ദാതാവിൻ്റേതായിരിക്കും. ബുദ്ധൻ തലയാട്ടി. കൃത്യമായി. അതുപോലെ നിങ്ങളുടെ കോപം, നിങ്ങളുടെ അപമാനങ്ങൾ, നിങ്ങളുടെ വെറുപ്പ് എന്നിവ നിങ്ങൾ നൽകുന്ന സമ്മാനങ്ങളാണ്. പക്ഷേ ഞാൻ അവ സ്വീകരിക്കുന്നില്ല. അതിനാൽ അവ നിങ്ങളോടൊപ്പമുണ്ട്. ബുദ്ധന്റെ ജ്ഞാനത്തിൽ സ്തബ്ധനായി ആ മനുഷ്യൻ മരവിച്ചു നിന്നു. ആദ്യമായി സ്വന്തം കോപത്തിന് താൻ എത്രമാത്രം ശക്തി നൽകിയെന്ന് അയാൾക്ക് മനസ്സിലായി. ലജ്ജയോടെ അദ്ദേഹം ബുദ്ധന്റെ മുമ്പിൽ വണങ്ങി, ഈ പാഠത്തിന് നന്ദി. എന്റെ വികാരങ്ങൾ എന്നെ അന്ധനാക്കി. നിങ്ങൾ എന്റെ കണ്ണുകൾ തുറന്നു. ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര തുടർന്നു. തന്റെ ജ്ഞാനത്താൽ രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യനെ പിന്നിൽ ഉപേക്ഷിച്ചു. മറ്റുള്ളവർ പറയുന്നതോ ചെയ്യുന്നതോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. നിഷേധാത്മകത സ്വീകരിക്കാതിരിക്കുന്നതിലൂടെ. പ്രതികൂല സാഹചര്യങ്ങളിൽ ശാന്തത പാലിക്കുന്നത് മറ്റുള്ളവരെ നിരായുധരാക്കുക മാത്രമല്ല, വലിയ ആന്തരിക ശക്തിയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. പരിവർത്തനം അവബോധത്തോടെ ആരംഭിക്കുന്നു. മനുഷ്യൻ തന്റെ കോപം കാണാൻ പഠിച്ചതുപോലെ നമുക്കും നെഗറ്റീവ് വികാരങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിലൂടെ അവയെ മറികടക്കാൻ കഴിയും.